സർ, ഇറാനിൻ്റെ പരമോന്നത നേതാവായിരുന്ന ഖമേനിയുടെ പുത്രൻ മൊജ്തബ് ഖമേനിയുടെ ആദ്യ പൊതു സന്ദേശം തന്നെ പ്രതികാര രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രതികാരത്തിൻ്റെതായിരുന്നു, സമാധാനത്തിൻ്റെതായിരുന്നില്ല. പ്രതികാരം രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണെന്നും അനിവാര്യമാണെന്നും അത് നടപ്പിലാക്കണമെന്നുമാണ് അദ്ദേഹം ആദ്യത്തെ സന്ദേശത്തിൽ തന്നെ പറഞ്ഞത്. ഈ ഒരു പ്രതികാര രാഷ്ട്രീയം ഇറാനെ ഒറ്റപ്പെടുത്തുമോ അതോ എന്താണ് സാറിൻ്റെ ഒരു? ഇറാന്റെ പ്രതികാര രാഷ്ട്രീയം ഒറ്റപ്പെടുത്തുമോ? ആദ്യത്തെ സന്ദേശമായിരുന്നു ഒറ്റപ്പെടുത്തുമോ ഇറാനെ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും, അല്ലെങ്കിൽ ഉയർത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇറാൻ ഒറ്റപ്പെട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. പണ്ടും ഒറ്റപ്പെട്ടാ നിൽക്കുന്നത്, ഇപ്പോഴും ഒറ്റപ്പെട്ടാ നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ മുസ്തഫ ഖമേനി എന്ന് പറയുന്ന ആളിനെ നമ്മൾ കാണുന്നില്ല 28-ന് ശേഷം. അയാൾക്ക് വലിയൊരു അപകടം പറ്റിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഏറ്റവും ഏതാണ്ട് 8,000 കോടി രൂപ മുടക്കി നടത്തിയെടുത്ത് ഇവർക്കിടെ വേണ്ടപ്പെട്ടവർക്ക് ആചാരം അൽപ്പിക്കാൻ പറ്റുന്ന ഇടത്ത് പോലും ഇയാൾ വന്നിട്ടില്ല. ഉണ്ടായിട്ടാണോ സെക്യൂരിറ്റി ത്രെട്ട് ഭയന്നിട്ടാണോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. റഷ്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും പറയുന്നു, അല്ലെങ്കിൽ റഷ്യയാണ് ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നത്, കോമാ സ്റ്റേജിലാണെന്ന്. ഏതായാലും വ്യക്തതയില്ല. ഈ ഖമേനിയുടെ കാര്യം പറഞ്ഞതുപോലെ കുറേ കാലം ഖമേനി ഇതുപോലെയായിരുന്നു. അപ്പം അതുപോലെയുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെ സുരക്ഷിതമായിട്ട് എവിടെയും ഇരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഇനി ഇയാളുടെ പേരിൽ ആരെങ്കിലും IRGC കമാൻഡോസ് പറയുന്നതാണോ എന്നതിനെപ്പറ്റി നമുക്കറിയാം. ഏതായാലും വ്യക്തതയില്ല. പക്ഷേ ഇപ്പം വരുന്ന വാർത്ത വലിയ അപകടകരമായ വാർത്തയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ട്രൂ സോഷ്യലിനകത്ത് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കൊന്നാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ 1000-ഓളം മിസൈലുകൾ ആ സംഭവിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഇറാനെ കത്തിക്കാൻ പ്രാപ്തമായിട്ട് ലോക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. 1000 എണ്ണം അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു. അതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാനുള്ള മിസൈലുകളും സംവിധാനങ്ങളും എനിക്കുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ട്രംപിനെ കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള രീതിയിലേക്ക് മൊസാദ് വളരെ വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യകാരണ സഹിതം, തെളിവ് സഹിതം അതിൻ്റെ റിപ്പോർട്ട് ഈ പറയുന്ന അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിനെ ഇലക്ഷൻ സമയത്ത് 2 വട്ടം കൊല്ലാൻ ശ്രമിച്ചതാണ്. അതിനുശേഷം ഒക്കെ അപ്പോൾ അന്നേ ട്രംപിനറിയാം, ട്രംപ് തിരക്കി, തിരക്കിയപ്പോൾ അതിൻ്റെ പിറകിൽ ഇറാനാണ്, ഇറാന്റെ കൊട്ടേഷൻ ടീമാണ്, അല്ലെങ്കിൽ ഇറാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് ട്രംപിന് മനസ്സിലായതാണ്. അപ്പം ഇത് വെളിയിൽ ആധികാരികമായിട്ട് പറയുന്നതിന് നാണക്കേടുള്ളത് കൊണ്ടും അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അതിൻ്റെ ആധികാരികമായിട്ട് വെളിയിൽ വരാത്തത്. അപ്പം അതാണ് ഈ ട്രംപിന് ഇറാനോടുള്ള കലിപ്പ് ഉള്ള കാര്യം. അപ്പം ഇത് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന രക്തസാക്ഷിയെ ഖമേനി ഉൾപ്പെടെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഇപ്പൊ സന്ധ്യ പറഞ്ഞ കാര്യം, ഖമേനിയെ ഉൾപ്പെടെ ഈ രക്തസാക്ഷിത്വത്തിന് മറുപടി പറയും. അത് ഡൗൺ ടു, അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടോട്ട് ഡൗൺ ടു ടോപ്പ് എല്ലാ ആൾക്കാരെയും ഞങ്ങൾക്കറിയാം. അതിന്റെ ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക. ഒരാളെ വിടാതെ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു, തട്ടിക്കളഞ്ഞിരിക്കും. അപ്പൊ അതിനകത്ത് നെതന്യാഹു ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ, ട്രംപ് ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ബാക്കി ആരൊക്കെയാണെന്നുള്ള കാര്യം പിന്നെ ഈ 2 പേരുണ്ടാവുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്ന ഉറപ്പാണ്. അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ കൊല്ലുമെന്നുള്ള കാര്യത്തിനകത്ത് എനിക്കും തർക്കമില്ല. ഒരുപക്ഷെ ഇത്രയും കഥ കേൾക്കുന്നതും ഈ പൊളിറ്റിക്സ് ഒക്കെ വായിക്കുന്നതായിട്ടുള്ള സന്ധിക്കും തർക്കം ഉണ്ടാകത്തില്ല, നാട്ടുകാർക്കൊന്നും തർക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതിനകത്ത് ഭയക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പ്രോക്സികളുടെ അല്ലെങ്കിൽ ആളാണ് ഇറാൻ. അതാണ് ഇറാനിലിരുന്ന് ഖമേനി വിചാരിച്ചാൽ ലോകം പൊട്ടിത്തെറിക്കും. മനസ്സിലായില്ലേ? പേടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ പ്രോക്സികൾ എന്ന് പറയുന്നത്, നമ്മൾ നോക്കുമ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ പറയത്തില്ലേ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്ന പോലെ. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയും. ഇപ്പം അമേരിക്കയിലെ പെന്റഗണിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ, അവർ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ അയാൾ ചിലപ്പം ഇവരുടെ സ്ലീപ്പർ സെല്ലായിരിക്കും, ഇവരുടെ ആശയത്തിനോട് അനുഭവം ഉള്ളവനായിരിക്കും. ഏറ്റവും അവസാനം ആവശ്യമുള്ള സമയത്ത് മാത്രമായിരിക്കും അവൻ്റെ ഉദ്യോഗമായിട്ട് ഇറങ്ങുന്നത്. അല്ലാത്ത അത്രയും സമയം അവനത് കേട്ട് ഒന്നും അറിയാത്തുള്ളൂ. ആ സ്ലീപ്പർ സെല്ലുകളുടെ ചാവേർ പോലെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും വലിയ വലിപ്പത്തിലൊരു കാര്യം ചെയ്യാൻ സമയത്ത് മാത്രമായിരിക്കും അവർ ആക്റ്റീവ് ആവും. അപ്പോൾ അതിനകത്ത് ഭയക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രോക്സികളുടെ ഒരു ബലം. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന് ഉൾപ്പെടെ ഭയമുണ്ട്. ട്രംപ് എത്ര സെക്യൂരിറ്റി പോയാലും, എത്ര കാര്യത്തിൽ പോയാലും, എത്ര വലിപ്പത്തിൽ പോയാലും പല അമേരിക്കൻ പ്രസിഡന്റുമാരും മരിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ പല പ്രധാനമന്ത്രിമാരും മരിച്ചിട്ടുണ്ട്, അറിയാമോ? അപ്പം അതുകൊണ്ട് ഇയാൾക്ക് പേടിയില്ല. അതുകൊണ്ട് ഇയാളുടെ ഈ മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗം ഈ നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്നൊരു കാര്യം
അവർ കണ്ടെത്തിയാൽ അത് ചുമ്മാതുള്ള കാര്യമായിരിക്കത്തില്ല. ഇന്നലെ പറഞ്ഞിട്ട് മൊസാദെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇതെല്ലാം നിഷേധിച്ചേക്കുക. ഞാനതെന്താ ആഭ്യന്തര വിഷയമായിട്ട് നിശ്ചയിക്കും. മാത്രമല്ല ട്രംപിന്റെ ആദ്യത്തെ പ്രാവശ്യം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ IRGCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡോ അങ്ങ് വന്നു. അന്ന് അവർ പ്രതിജ്ഞ എടുത്തതാണ്, കൊല്ലങ്ങൾ ഇത്രയും കഴിഞ്ഞെങ്കിലും ട്രംപിനെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടെഹ്റാൻ്റെ വടക്കൻ പ്രദേശത്തൊക്കെ ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഇയാളെ ഇപ്പം ഇരിക്കുന്ന മുസ്തഫ ഖമേനിയെ ആ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നത് തന്നെ IRGCയുടെ ഏറ്റവും നമ്മൾ പറയത്തില്ലേ തീവ്ര ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്, പല സ്വഭാവമുള്ള തീവ്ര ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അവരാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഹോർമൂസ്മാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു. ഇന്നലെ ഹോർമൂസിൽ പോയിട്ടുള്ള ഒരു കപ്പലിനെ വീണ്ടും ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. കപ്പലിനെ ആക്രമിച്ചതിന് ശേഷം ഈ അമേരിക്ക തീർത്തും അടി തുടങ്ങി. ഹോർമൂസ് പൂർണ്ണമായിട്ടും അടച്ചെന്നുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഏതായാലും ഈ യുദ്ധം വലിയ കലശലായിട്ട് തന്നെ പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങളെല്ലാം അവർ ഇപ്പം ഫുൾ റിപ്പോർട്ട് വന്നിട്ട് ഗൾഫ് രാജ്യങ്ങൾ മൊത്തം ആക്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പറയുന്നുണ്ട്. കുവൈറ്റിൽ ആക്രമിച്ചു, ബഹ്റൈനിൽ ആക്രമിച്ചു, മറ്റു വെള്ളത്തും ആക്രമിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടുകൾ വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വേറെ കാര്യമുണ്ട്, തുർക്കിയിൽ നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയത്തിന് അത് തുർക്കിയിൽ ഇപ്പം നാറ്റോയുടെ ഇത് നടക്കുകയാണല്ലോ. ഇപ്പൊ ഖത്തർ ഒരു വിമാനം കൊടുത്തായിരുന്നു, സ്വർണ്ണമൊക്കെ പതിച്ച്. ഇയാളെ ഖത്തർ വിമാനം അറിയത്തില്ലേ, നേരത്തെ GCC ഖത്തർ സമ്മാനമായിട്ട് വിമാനം കൊടുത്തു, വലിയ സ്വർണ്ണമൊക്കെ പൊതിഞ്ഞ വിമാനമായിരുന്നു. ഈ വിമാനം അവിടെ കൊണ്ടുപോയി ഈ പുങ്കവയൻ ട്രംപ് അവിടെ കൊണ്ടുപോയി മോഡിഫൈ ഒക്കെ ചെയ്ത് എയർ ഇന്ത്യ അല്ല എയർഫോഴ്സ് വൺ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വിമാനത്തിന്റെ പേര്. അപ്പൊ അത് ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ 1 സെക്യൂരിറ്റി വരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ സെക്യൂരിറ്റി മിസൈൽ വന്നിടിച്ചാൽ പോലും വിമാനം തകരുന്നതല്ല, അതിന്റെ കൂടെ അകമ്പടിയായിട്ട് വേറെ കുറെ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. അപ്പം ഒരു രീതിയിലും അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ അപായപ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല. മാത്രമല്ല അമേരിക്ക അങ്ങ് തകർന്നു പോയാൽ വിമാനത്തിലിരുന്ന് യുദ്ധം വരെ നിയന്ത്രിക്കാനുള്ള അതായത് ലോകത്ത് അതിനകത്തില്ലാത്ത സെറ്റപ്പ് ഒന്നും ഇല്ല, അത്രയും പറഞ്ഞാൽ മതി. നാടൻ ഭാഷയിൽ പറഞ്ഞു ആ വിമാനമായിരുന്നു ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ഇതിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം പതിച്ച് പുതിയ കൊടുത്തില്ലേ, ആ വിമാനത്തിലായിരുന്നു തുർക്കിയിലെ നാറ്റോ മീറ്റിന് പോയത്. തിരിച്ചു വന്നപ്പോൾ വിമാനം അവിടെ കളഞ്ഞിട്ട് പഴയ വിമാനത്തിൽ തന്നെ തിരിച്ചു കയറിയേക്കുന്നത്. അപ്പം അതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിമാനം മാറിക്കയറണമെങ്കിൽ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് ആ വിമാനം സേഫ് അല്ല, ആ വിമാനത്തെ വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ട് ട്രംപിന് കിട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ. കാരണം ഇപ്പം ഇതെല്ലാം കൂടെ കയറി ട്രൂ സോഷ്യലിൽ ട്രംപ് പറഞ്ഞിട്ടില്ലേ 1000 മിസൈലിന് ട്രംപ് ഭയന്നിട്ടുണ്ടോ എന്നുള്ളതല്ല, അവർ ഇപ്പം ആ ശവസംസ്കാര ചടങ്ങിനകത്ത് ഉള്ള മുദ്രാവാക്യം വിളിയും അല്ലെങ്കിൽ പരസ്യമായിട്ട് ട്രംപിന്റെ കോലം കത്തിക്കുന്നതും ട്രംപിനെ കൊല്ലുമെന്നുള്ള അധികാരവും അതിന് ശേഷം ഈ പ്രതിജ്ഞയെടുക്കലുണ്ടല്ലോ മുസ്തഫ ഖമേനിയുടെ അതുകൂടെ ആയപ്പോഴത്തേന് ട്രംപിന് ഏതാണ്ട് ബോധ്യമായി അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയിലേക്കുണ്ട്. കാരണം ട്രംപ് ഒന്ന് ഭയന്നിട്ടുണ്ട് നല്ലതുപോലെ. കാരണം ട്രംപ് വിചാരിച്ചിടത്തല്ല ഇറാൻ എന്ന് ട്രംപിന് യുദ്ധത്തിൽ നിന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അവർ മാറുന്ന ഒരവസ്ഥയും ഇല്ലെന്ന് മനസ്സിലായി. കാരണം അവരുടെ ഒരു രീതി അതാണ്, അവർക്ക് ഇവിടെ നിന്നുള്ള കാര്യങ്ങളുമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ എണ്ണയുടെ അല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ട് ഉപരോധത്തിലേക്ക് കൊണ്ടുപോയി. എണ്ണയൊക്കെ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്, പക്ഷെ ഇപ്പം എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ആ സമയത്ത് ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ വ്യവസായികളുണ്ട്. അവരുടെ മൊത്തം സ്വത്തുകളെല്ലാം അമേരിക്കയിൽ മറ്റിടത്ത് ഇടങ്ങളിലുള്ള സ്വത്തുകളെല്ലാം മരവിപ്പിച്ചുകൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ നീക്കുപോക്കുകളും നടത്തുന്നുണ്ട്. ഏതായാലും ലൂപ്പ് ഹോൾ വന്നാൽ അപ്പം അതാണ് ഇപ്പോഴത്തെ യുദ്ധം. ഇനിയും ഒരുപക്ഷെ ട്രംപിന് ഭ്രാന്തെടുത്താൽ ഇറാനെ അതാണിപ്പം ഇനിയൊരു ചർച്ച ഇല്ല എന്ന് പറയുന്നത്. അതാണ് ഈ മുജ്തബ് ഖമേനിയ പറഞ്ഞതിനകത്തുള്ള ഒരു പൊരുളായിരിക്കും അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.